ഈ ഓട്ടോയും ഓട്ടോ തൊഴിലാളികളെയും കാണുന്ന ആൾക്കാർക്കങ്ങ് ഭയങ്കര ദേഷ്യമാണ്. ഓട്ടോ തൊഴിലാളികളെന്ന് പറയുമ്പോഴേ ആൾക്കാർക്കങ്ങ് ഭയങ്കര പുച്ഛവും കോപവും. അവർ ജീവിക്കണ്ടെന്നാണ് പറയുന്നത്. അവർ സമരം ചെയ്യാൻ തുടങ്ങുമെന്ന് പറയുമ്പോൾ അവർ സമരം ചെയ്ത് എല്ലാവരും സമരം ചെയ്യട്ടെ എന്ന്. നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലൊക്കെ തൊഴിലില്ലായ്മ ഭയങ്കര രൂക്ഷമാണ്. ലക്ഷക്കണക്കിന് പേർക്ക് തൊഴിലില്ല. അപ്പോൾ ഏകദേശം ഒരു 1,00,000-ഓളം പേരെങ്കിലും കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഓട്ടോ കൊണ്ട് ഉപജീവിക്കുന്നുണ്ട്, ഓട്ടോ തൊഴിലാളികളായിട്ട്. ഈ ഓട്ടോ തൊഴിലാളികൾക്ക് 1.5 കിലോമീറ്റർ മിനിമം വെച്ചേക്കുന്നത് 30 രൂപ. അതിനുശേഷമുള്ള ഓരോ കിലോമീറ്ററിനും 15 രൂപ വെച്ചേക്കുന്നു. ചിലർ ഈ ഓട്ടോ തൊഴിലാളികളെ ചീത്ത വിളിക്കാറുണ്ട്. അതിന് കാര്യമുണ്ട്. അവർ ചില റൂൾസൊക്കെ തെറ്റിക്കും. അവരുടെ ആ ഒരു ഉപജീവനത്തിന് വേണ്ടി അവർ ഓടും. അതേപോലെ ചില സമയത്ത് പിടിച്ചിരിക്കാൻ വേണ്ടി അവർ ചീത്ത വിളിക്കുമായിരിക്കും. പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർ ഒരുമിച്ച് നിൽക്കും. ഏത് സംഘടനയാണെന്ന് നോക്കത്തില്ല. ഓട്ടോ തൊഴിലാളികളെല്ലാം ഇല്ല കാക്ക കൂടുന്ന പോലെ ഒരുമിച്ച് കൂടും. അതവരുടെ ഐക്യത്തെ കാണിക്കുന്നത്. എന്നാലും ഒരു ഓട്ടോ 1 കിലോമീറ്റർ ഓടുമ്പം 15 രൂപ വെച്ച് അവർക്ക് കിട്ടുന്നത്, മിനിമം ചാർജ് കഴിഞ്ഞിട്ട്. ഈ 15 രൂപ വെച്ച് കിട്ടുമ്പം ഇന്നത്തെ പെട്രോൾ വിലയിലും മൈലേജും വെച്ച്, മൈലേജ് കമ്പനി 30-35 പറയുമെങ്കിലും ഓട്ടോയ്ക്ക് 20 കിട്ടുന്നതുണ്ട്, 21 മൈലേജ് കിട്ടുന്ന ഓട്ടോയുണ്ട്, 23 കിട്ടുന്നതുണ്ട്, 25 കിട്ടുന്നുണ്ട്, 28 കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ശരാശരി ഒരു 24-23 ഒക്കെ വെച്ചെടുക്കാം ഒരു ഓട്ടോയുടെ മൈലേജ്. അപ്പോൾ ഏകദേശം ഒരു കിലോമീറ്ററിന് 15 രൂപ വെച്ച് സർക്കാർ ഇപ്പം നിലവിലുണ്ട്. 15 രൂപ വെച്ച്. ഈ 15 രൂപ വെച്ച് കിട്ടുമെങ്കിൽ ഒരു കിലോമീറ്ററിന് ഏകദേശം പെട്രോളിനോ ഡീസലിനോ വേണ്ടി ചിലവാകുന്ന ഏകദേശം 4 രൂപ 5 രൂപയ്ക്ക് അടുത്ത് വരും. 4 രൂപ 50 പൈസ അല്ലെ 5 രൂപ 5 രൂപ വെച്ചൊരു കിലോമീറ്ററിന് ചിലവ് വരും. പിന്നെ ഇതിൻ്റെ തേയ്മാന ചിലവ് ഏകദേശം 6 രൂപ കുറയാതെ വരും. എന്ന് പറഞ്ഞാൽ ടെസ്റ്റിന് വർഷാവർഷമുള്ള ടെസ്റ്റിന് ഒരു കിലോമീറ്ററിൻ്റെ പുറത്ത് 2 രൂപ വെച്ച് മാറ്റേണ്ടി വരും, അല്ല 1 രൂപ വെച്ച് മാറ്റേണ്ടി വരും. ക്ലച്ചിന് 50 പൈസ, ഗിയർ ബോക്സിന് 50 പൈസ, അതുപോലെ തന്നെ അതിൻ്റെ എൻജിന് 50 പൈസ വെച്ച് മാറ്റേണ്ടി വരും. ആക്സിലേറ്ററിന് 50 പൈസ വെച്ച് മാറ്റേണ്ടി വരും. പിന്നെ അതിൻ്റെ ടയറിന് 50 പൈസ വെച്ച് മാറ്റേണ്ടി വരും. അങ്ങനെ 50 പൈസ വെച്ച് മാറ്റി. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ 25 പൈസ വെച്ച് ഓരോ കിലോമീറ്ററിന് മാറ്റേണ്ടി വരും. ഇൻഷുറൻസിന് 25 പൈസ, ക്ഷേമനിധിക്ക് 25 പൈസ, അതേപോലെ തന്നെ അതിൻ്റെ ടാക്സിന് 25 പൈസ, ഇങ്ങനെ മാറ്റേണ്ടി വരും. അപ്പം പിന്നെ പാച്ച് വർക്കിന് വേണ്ടി 1 രൂപ മാറ്റേണ്ടി വരും ഓരോ കിലോമീറ്ററിന് പുറത്ത്. തേയ്മാനത്തിനുണ്ടാകുന്ന മറ്റ് തേയ്മാനങ്ങൾക്കുണ്ടാകുന്നത്. അതുപോലെ തന്നെ 5000 അല്ലെങ്കിൽ 2500-5000 കിലോമീറ്റർ അങ്ങോട്ടാകുമ്പം ഓയിൽ ചേഞ്ച് ചെയ്യണം. ഓയിൽ ചേഞ്ചും വാട്ടർ സർവീസും എല്ലാം കൂടെ ഒരുമിച്ചായിരിക്കും ചെയ്യുന്നത്. അപ്പോഴും ചെറിയ എന്തെങ്കിലും മാറ്റങ്ങൾ വരും. അതിനും എല്ലാം കൂടെ 1 രൂപ വെച്ച് മാറ്റേണ്ടി വരും. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ 1 കിലോമീറ്റർ ഒരു ഓട്ടോ ഓടുമ്പം തേയ്മാന ചിലവ് മാത്രം ഏകദേശം 6 രൂപ മാറ്റേണ്ടി വരും ഒരു ഓട്ടോയ്ക്ക് 1 കിലോമീറ്ററിൻ്റെ പുറത്ത്. 5 രൂപ പെട്രോളിനോ ഡീസലിനോ മാറ്റേണ്ടി വരും. അപ്പോൾ 11 രൂപയായി. ബാക്കി 4 രൂപ കഷ്ടിച്ച് 1 കിലോമീറ്ററിൻ്റെ പുറത്തൊരു ഓട്ടോ തൊഴിലാളിക്ക് അല്ലെ ഓട്ടോ ഉടമസ്ഥന് കിട്ടത്തുള്ളൂ. ഈ 4 രൂപ കിട്ടിയാൽ 100 കിലോമീറ്റർ ഓടിയാൽ 400 രൂപ, 150 കിലോമീറ്റർ ഓടിയാൽ 600 രൂപ. ഒരു ദിവസം ശരാശരി ഓരോ ഓട്ടോ 150 കിലോമീറ്റർ കൂടുതലൊന്നും നമ്മുടെ കേരളത്തിൽ ഇന്നത്തെ കാലത്ത് ഓടത്തില്ല. കാര്യം ബസ്സും പിന്നെ ഇപ്പം സ്ത്രീകൾക്ക് പിന്നെ ബസ്സിൽ ഫ്രീ ആണല്ലോ. ഇനിയിപ്പം ഓട്ടോയ്ക്ക് വലിയ ഓട്ടോ ഒന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പം ബസ്സിൽ യാത്ര ചെയ്യുന്നവരുണ്ട്. അവർക്ക് ബസ് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാം. അങ്ങനെ സ്കൂട്ടിയുണ്ട് മിക്കവരുടെയും വീട്ടിൽ, കാറുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് ഡെവലപ്മെൻ്റ് ആയപ്പം ഓട്ടോ തൊഴിലാളികളുടെ ഓട്ടം കുറഞ്ഞു വരുമോ. അപ്പോൾ അവർക്ക് 15 രൂപ കിലോമീറ്ററിന് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അതിൽ നിന്ന് ഒന്നും നേടാനില്ല. കാര്യം 150 കിലോമീറ്റർ ഓടി 600 രൂപ 700 രൂപ കിട്ടത്തുള്ളൂ. പക്ഷേ ടോട്ടൽ ഈ തേയ്മാന ചിലവ് കൂട്ടാതെ ഇവർ ടോട്ടലായിട്ട് കണക്കാക്കുന്നത്. അത് കണക്കാക്കുമ്പോൾ 1000 1200 അല്ലെങ്കിൽ 1300 രൂപ കിട്ടുമായിരിക്കും. പക്ഷേ എല്ലാവർക്കും കിട്ടത്തില്ലേ മൊത്തത്തിൽ. ചിലർ എത്രയോ പേര് പറയുന്നത് കേട്ടിട്ടുണ്ട് 1000 രൂപ കഷ്ടിച്ച് 800 രൂപ 900 രൂപ മൊത്തത്തിൽ കിട്ടത്തുള്ളൂ ഈ തേയ്മാന ചിലവടക്കം. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരു ദിവസം ചിലപ്പോൾ ഒരു ഓട്ടോ ശരാശരി 70-80 കിലോമീറ്ററേ ഓടത്തുള്ളൂ. പക്ഷെ നമ്മളൊരു 140-150 കിലോമീറ്റർ എടുത്താൽ പോലും 600 രൂപ 700 രൂപയെ കിട്ടത്തുള്ളൂ തേയ്മാന ചിലവ് കഴിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് അവരുടെ പൈസ റേറ്റ് കൂട്ടാൻ പറഞ്ഞത് 1 കിലോമീറ്ററിന് ഇത്ര രൂപ വെച്ച്. എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ 1 കിലോമീറ്ററിന് ഒരു
20 രൂപ വെച്ച് അവർക്ക് 23 രൂപ വെച്ച് അങ്ങനെ കൊടുക്കണം 1 കിലോമീറ്റർ ബേസ്, എങ്കിലേ അവർക്ക് ഓടിയെടുക്കാൻ പറ്റത്തുള്ളൂ. അല്ല 25 രൂപ വെച്ചാണ് 1 കിലോമീറ്റർ കൊടുക്കണം. എന്നിട്ട് മിനിമം ചാർജ് 50 രൂപ 40 രൂപ വല്ലതും ആക്കണം, 50 രൂപയെങ്കിലും ആക്കണം. മിനിമം ചാർജ് 50, കിലോമീറ്ററിന് 25 രൂപയോ 22 രൂപ വെച്ച് അങ്ങനെ കൊടുക്കണം, എങ്കിലേ ഓട്ടോ തൊഴിലാളികൾക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. തേയ്മാന ചിലവ് ഒരുമിച്ചായതുകൊണ്ട് അവർ കണക്ക് കൂട്ടത്തില്ല. തേയ്മാന ചിലവ് കഴിഞ്ഞാൽ ആകെ കിട്ടുന്ന ഒരു ദിവസം കിട്ടുന്നത് 600 രൂപയായിരിക്കും. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ 600 രൂപ കിട്ടത്തുള്ളൂ അവർക്ക് ലാഭം. ലാഭം എന്ന് പറഞ്ഞാൽ അവരുടെ കൈ കിട്ടുന്നത്, വേറെ ചിലവില്ലാതെ കിട്ടുന്നത്. ഈ 600 രൂപ വെച്ച് ഒരു കുടുംബം നോക്കാൻ പറ്റും. ഇന്നത്തെ കേരളത്തിൻ്റെ അവസ്ഥ വെച്ച് അരിയുടെയും പച്ചക്കറിയുടെയും മറ്റ് വസ്തുക്കളുടെ എല്ലാം ഇന്ധനങ്ങളുടെ എല്ലാം വില വെച്ച് ഇന്നത്തെ ഒരു സാഹചര്യം വെച്ച് കേരളത്തിൽ 600 രൂപയ്ക്കോ 700 രൂപയ്ക്കോ 800 രൂപയ്ക്കോ ഒരു കുടുംബത്തിന് ജീവിക്കാൻ വലിയ പാടാണ്. എന്നിട്ടും അവർ തള്ളി നീക്കി ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഓട്ടോ തൊഴിലാളികളുടെ ന്യായമായിട്ടുള്ള ആവശ്യം നമ്മളെ സർക്കാർ നിറവേറ്റി കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ.